വെൽക്കം ടു വെൽ ഫുഡ് UK. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊതിച്ചോറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സാധാരണ നമുക്കറിയാലോ, മലയാളികളുടെ ഒരു ഇഷ്ട വിഭവമാണ് ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത്. ഈ പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് വിഭവമാണെന്ന് മീൻ പൊരിച്ചത്, ഒരു ഓംലേറ്റ്, ഇതൊക്കെയാണ്. പക്ഷെ എൻ്റെ ഇന്നത്തെ പൊതിച്ചോറിൽ ഇതൊന്നുമില്ല. തനി നാടൻ, അതായത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള വിഭവങ്ങളാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ ഓരോന്നായിട്ട് ഈ ഇലയിൽ സെർവ് ചെയ്യുമ്പോൾ ഞാൻ പറയും എന്താണ് ഐറ്റംസ് എന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഇലയിലോട്ട് ഇല വാട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലയിലോട്ട് ഞാൻ മട്ട റൈസ്, ബ്രൗൺ റൈസ് ഉണ്ടല്ലോ, ഇതാണ് പൊതുവെ കമ്പാരിറ്റീവ്ലി വൈറ്റ് റൈസിനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. ഇത് ചെറിയൊരളവിൽ മാത്രം, അതായത് നമ്മൾ ടോട്ടൽ ഫുഡിന്റെ പകുതിയിലും താഴെ മാത്രമേ ഈ ചോറ് റൈസ് നമ്മൾ എടുക്കാവൂ. കുറച്ച് റൈസ് എടുത്തു. ആദ്യം ഇത് ഉള്ളിത്തണ്ടാണ്. അത് ഉള്ളിത്തണ്ടും പിന്നെ വൈറ്റ് ഒനിയൻ, നമ്മൾ സാധാരണ കറി വെക്കുന്ന ചുവന്ന ഉള്ളിയല്ല, വൈറ്റ് ഒനിയനും ചെറിയ തേങ്ങയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ വിഭവമാണ്. ഉള്ളിത്തോലിന്റെ ഒരു വറവ് അല്ലെങ്കിൽ ഉപ്പേരിയോടെ പറയാം. രണ്ടാമത്തെ വിഭവം എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ചീര, ചുമന്ന ചീര. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ഒരു രണ്ട് ധാന്യങ്ങൾ, അതായത് ഒന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ സുലഭമായി കിട്ടുന്ന മുതിര നിങ്ങൾക്കറിയാലോ, ചെറിയ തേങ്ങ ചെറിയ ഉള്ളിയൊക്കെ താളിച്ചിട്ട് പൊങ്ങിച്ചെടുത്ത ഒരു മുതിര ആണിത്. ഇത് മൂന്നാമത്തെ ഐറ്റം മുതിര. ഈ നാലാമത്തെ ഐറ്റവും ഒരു ധാന്യമാണ്, പക്ഷെ ഇത് മുളപ്പിച്ചതാണ്. ഇത് ഗ്രീൻ മസൂർ ദാൽ. ഇനി വഴുതിനിങ്ങ മെഴുക്ക് വരട്ടിയെന്ന് പറയാം, പക്ഷെ വളരെ കുറച്ച് മാത്രം എണ്ണയൊഴിച്ച് ഈ നോൺ സ്റ്റിക്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു, ഇതിന്റെ കളർ ഇങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ ചുവന്ന മുളക് ഉപയോഗിച്ചിട്ടില്ല, ഇതിന് പകരം പെപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഒരു മെഴുക്ക് വരട്ടിയുടെ ഒരു കളർ ഇങ്ങനെ വരാത്തത്. കുറച്ച് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് പെപ്പർ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട്, പിന്നെ പെപ്പർ. ആറാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് ഏതൊരു പൊതിച്ചോറിലും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ തേങ്ങാ ചമ്മന്തി. ഇത് എപ്പോഴും ഒരു പൊതിച്ചോറിൻ്റെ അകത്തൊരു ഒഴിച്ചുകറി എന്നുള്ളതുണ്ട്. അതുകൊണ്ട് ഞാനിത് ചെയ്തത് പരിപ്പും മുരിങ്ങയുടെ ഇലയും അതും ചേർത്തിട്ട് ഒരു എലിശ്ശേരി പോലെ ഇട്ടാക്കിയൊരു കറിയാണ്. അതും കൂടെ ഞാൻ ഇതിനകത്ത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ വിഭവങ്ങളൊക്കെ തന്നെ ഞാൻ വാട്ടിയ ഇലയിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് മടക്കിയിട്ട് നോക്കുമ്പോഴാണല്ലോ പൊതിച്ചോറായി മാറുന്നത്. ഇനി ഒന്ന് മടക്കുന്നുണ്ട്.